കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. ഇതിവിടെ യുവജനോത്സവം നടക്കുകയല്ലേ, ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും. മനസ്സിലായ? ഇതിന് പാവപ്പെട്ടവന്റെ ഒരു കയർ ഫാക്ടറിയാണ് അവിടെ. പ്ലീസ് ഇവിടെ പണിയെടുക്കുക നീ എന്തെങ്കിലുമൊക്കെ. അതെ, മുതലാളി എന്നെ വൈറലാക്കോ? പിന്നെ നിന്നെ വൈറലാക്കിട്ട് വേണം നാട്ടുകാരനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ. അയ്യോ അതല്ല, ഞാൻ ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ചെയ്യല്ലോ. അപ്പൊ മുതലാളി എന്ത് ചെയ്യണം, അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് എന്നെ അങ്ങ് വൈറലാക്കി തരുമെന്ന്. എന്റെ കുഞ്ഞിപ്പെണ്ണ ഇതിലും വലിയൊരു സംഭവം ഉണ്ടായി. എന്റെ അനന്തരക്കാരൻ ഇതുപോലെ വൈറലാകാൻ വേണ്ടിട്ട് നൂഡിൽസ് എങ്ങനെ മൂക്കിക്കൂടെ കഴിക്കാന്ന് പറഞ്ഞ അവൻ നൂഡിൽസ് അത് കഴിച്ചു. എന്നിട്ട് എന്താ ഇപ്പൊ മൂക്കിക്കൂടെ ട്യൂബ് ഇട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കും ICU-ല്. എന്നിട്ട് എന്താ എക്സ്റേ എടുത്ത് നോക്കിയപ്പം നൂഡിൽസ് ഏതാ തലച്ചോറ് ഏതാണെന്ന് ഒരു പിടിയില്ല. അങ്ങനത്തെ അവസ്ഥയായി ഈ വൈറലാകാൻ വേണ്ടി ഓരോ പരിപാടി ചെയ്യണതാ. അന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഈ നൂഡിൽസ് ഈ തലച്ചോറിന്റെ അന്ന് എങ്ങനെ എടുക്കാന്നുള്ള ഒരു വീഡിയോ ഒന്ന് ചെയ്ത് നോക്ക്. എന്തായാലും ഉറപ്പായിട്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ കിട്ടും. എന്റെ കുഞ്ഞിപ്പെണ്ണ ഇവിടെ ആ കുട്ടിപ്പണി ഇവിടെ പണി ചെയ്യുക. പിന്നെ ലില്ലിക്കുട്ടിയെ കണ്ടില്ലല്ലോ. അല്ലെങ്കിലും മുതലാളിക്ക് ലില്ലിക്കുട്ടീനെ കണ്ടാ മതിയല്ലേ? അല്ല അതല്ല, ഇത് കണ്ടോ മുതലാളി കയറ് കണ്ടോ? ഇതിങ്ങനെ പിരിച്ച് 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 ലില്ലിക്കുട്ടി അങ്ങ് പോയി. ആണോ? ലില്ലിക്കുട്ടി അങ്ങ് പിരിച്ച് പിരിച്ച്. ഹലോ ഹലോ ഹലോ, ഞാൻ ആലപ്പുഴ. ആലപ്പുഴയൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. ആണോ? ഞാൻ ചോദിച്ചിരുന്നു. ചിലപ്പോ ഇനി എറണാകുളം വിളിക്കും. പറയൂ ആലപ്പുഴ, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ അതല്ല മലയാളി, ഞാൻ ലില്ലിക്കുട്ടിയാ. ഞാൻ ഈ കയറ് പിരിച്ച് 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 നേരെ ആലപ്പുഴ ടൗണിലെത്തി. എനിക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ വണ്ടിക്കൂലി ഇല്ല, എനിക്ക് അറിയത്തില്ല. ഒരു കാറ് വിടുവോ മലയാളി? ഇതെങ്ങനെ പിരിച്ച് പിരിച്ച് അങ്ങോട്ട് പോകണം? ഇത് എന്നത് കഷ്ടാന്ന് ആലോചിക്കണം. വിടാം വിടാം. നമ്മുടെ ഈ ഡ്രൈവർ എന്തേ? ഇവിടുത്തെ എന്റെ ഡ്രൈവർ എന്തേ? ഉത്തരവാദിത്വം ഇല്ലാത്തവൻ. വിളിച്ചായിരുന്നു. അത് ലില്ലിക്കുട്ടി കയറ് പിരിച്ച് 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 ആലപ്പുഴയിൽ നിൽക്കുകയാണ്. അവൾ ഇനിയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് പിരിച്ച് പിരിച്ച് എറണാകുളത്തേക്ക് പോകും. ഇനി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് എന്ന് അവള് വിളിച്ചോണ്ട് പോവാം. അതെ, ഈ വണ്ടിയുടെ കീ എവിടെ ഇരിക്കുന്നത്? വണ്ടിയുടെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ നടുക്ക് സ്റ്റിയറിംഗ് ഇല്ലേ, ആ സ്റ്റിയറിംഗിന് നടുക്കുന്ന വിരൽ വെച്ച് ഞെക്കി കഴിഞ്ഞാൽ കീ എന്ന് കേൾക്കും. അതാണ് വണ്ടിയുടെ കീ. നല്ല തമാശ, ചിരിക്കട്ടെ. ഒറ്റ മുതലാളിയാന്ന് നോക്കത്തില്ല കേട്ടോ. ഈ വണ്ടി ഓടണമെങ്കിൽ താക്കോൽ വേണോ? അതിന് കീ എന്നാ പറയുന്നത്. താക്കോൽ എവിടാ? അത് കയറിന്റെ തുമ്പിട്ടൊക്കെ തിരിച്ച സ്റ്റാർട്ടാകുന്ന വണ്ടിയാണ് നമ്മുടെ. നീ എങ്ങനെയെങ്കിലും ആ സാധനത്തിനെ ഒന്ന് വിളിച്ചോണ്ട് പോവാ. അല്ല ലില്ലിക്കുട്ടി ടൗണിൽ പോയി എവിടെ പോയി തപ്പി പിടിക്കാൻ? ഗൂഗിൾ മാപ്പ് ഇട്ടേക്കാം, നീ കൊണ്ടുപോടാവേ. നീ വിളിച്ചോണ്ട് വാ. ആയിക്കോട്ടെ. ലില്ലിക്കുട്ടി ഇവിടെ വന്നം, അതാണ് അത്യാവശ്യം. കുട്ടിയൊന്ന് കാണണം. ആണോ? ഞാൻ പ്രസവിക്കുമ്പോ ലേബർ റൂമിൽ വന്നാ മതി, ഞാൻ കുട്ടീനെ കാണിച്ചുതരാം. നിനക്ക് കുട്ടിയെ കാണടി, നീ ഒന്ന് വലുതായി കാണിച്ചോടവനി. എപ്പോ വന്നാലും നീ കുട്ടീനെ കാണണം, കുട്ടീനെ കാണണം. ഇവിടെ കണ്ടുപോയിട്ടില്ല, കാണാൻ പോണം. കുട്ടിപ്പെണ്ണേ, നീ ഒറ്റ കാരനാണ് ഈ അളിഞ്ഞ സ്ഥലത്ത് ഞാൻ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത്. അതെനിക്കറിയാലോ. ശമ്പളം കിട്ടുന്ന ദിവസമാണല്ലേ. എന്താ അങ്ങനെ ചോദിച്ചേ? നീ വല്ലാണ്ട് അങ്ങ് തൂങ്ങുന്നുണ്ട്. അതൊന്നുമല്ല, പിന്നെ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രല്ലേ ഉള്ളൂ. കുട്ടിപ്പെണ്ണേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ശാരദാംബരം ജീവിതകാലം മുഴുവൻ നമ്മുടെ ഈ മുതലാളിയുടെ ചാരത്തിങ്ങനെ ഇരിക്കാൻ
നമുക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്റെ കുട്ടിപ്പെണ്ണെ. മുതലാളിയെ സ്പർശിച്ചിരിക്കുമ്പോൾ ദൈവത്തെ സ്പർശിച്ചതുപോലെയുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ നിർത്തിയടാ, നാടകം തുടങ്ങിയ എന്താ പരിപാടി ഇവിടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഇവിടെ ജോലി ചെയ്യില്ലെങ്കിൽ അടുത്ത പറഞ്ഞ രണ്ടിന്റെ നാടകം ഞാൻ അവസാനിപ്പിക്കും. മനസ്സിലായോ? എന്റെ പരിപാടിയാണ് ഇതൊക്കെ. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. നിനക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇവക്ക് നല്ലോണം അറിയാം. അത് നീ മനസ്സിലാക്കണം. മുതലാളിക്ക് എന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ ഞാൻ പോക്ക് കാണിക്കട്ടെ. പോക്ക് കാണിക്കട്ടെ. എന്റെ പോക്കൊക്കെ ഇനി കണ്ടിട്ട് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നീ പോക്കാണോ. ഇനിയിപ്പോ ഞാനത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതൊന്നും കാണിക്കണ്ട, അതിനൊന്നും കാര്യമില്ല. ഈ പോക്കാണെങ്കിൽ നിങ്ങൾ രണ്ടിനെ ഇവിടുന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേക്കാം. എപ്പോഴും അതെ, മുതലാളിമാർ എപ്പോഴും പറഞ്ഞാണ് ഈ പോക്കാണ് ഈ രണ്ടിനെയും പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വിട്. അത് ഞാൻ എന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതല്ലേടാ. പറഞ്ഞു വിടുന്ന് പറയാൻ എന്തത്ര ബുദ്ധിമുട്ട്? പറഞ്ഞു വിടുന്ന അങ്ങ് പറഞ്ഞാ പോരെ? കുട്ടിപ്പെണ്ണെ, നമുക്ക് തല്ലാൻ പോവാം. ആ, തല്ലു കൊള്ളാനാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി, എന്നെ കിട്ടില്ല. അല്ലെന്ന് തണ്ട് കൊല്ലാൻ പോവാന്ന്. നീ എന്നോടാ പറഞ്ഞ തണ്ട് തല്ലാൻ പോണെന്ന്? ആ മുതലാളിയുടെ തണ്ടുകാരനോട് ഞങ്ങൾ തൊണ്ട് തല്ലേണ്ടി വന്നത്. നിങ്ങൾ അവിടെ നിന്ന് മര്യാദക്ക് തൊണ്ട് തല്ലു കേട്ടാ. ഓ ആ ആയിക്കോട്ടെ, തള്ള വാ തള്ള കേട്ടു. ഇങ്ങോട്ട് വാ തള്ള. മുതലാളി ഞാൻ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അവർ കേറിക്കൊണ്ട് അവർ കിടന്നു. ഇങ്ങോട്ട് വരാൻ. ഈ തള്ളെ കൊണ്ട് പൊക്കോടെ വൃത്തി കേട്ടോ. ഞാൻ ചെല്ലുമ്പോ ഇവര് ഷാപ്പിൽ കയറിയിരിക്കും. ആ ഷോപ്പിലല്ല, പിന്നെ ഷോപ്പില്. ഏത് ഷോപ്പില്? പിന്നെ കരിമീനും കപ്പയും പിന്നെ കഞ്ഞോളൊക്കെ കിട്ടുന്ന ഷോപ്പില്. അതാ ഷാപ്പ് എന്ന് പറയുന്നത്. എന്നാലില്ലേ കുട്ടി, ഒരു നല്ല കാര്യത്തിന് പിരിച്ചു പിരിച്ചങ്ങ് പോവുകയാണ്. ഇവരെ ഞാൻ മെഡിക്കലിന് അപ്പുറത്ത് വിളിച്ചോണ്ട് വരുവാ, അറിയാം. ഓ, ഇപ്പൊ പിരിച്ച് ആലപ്പുഴ വരെ പോയുള്ളൂ. ഈ കഴിഞ്ഞ വർഷം അറിയാമോ നിനക്ക്? ഇല്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് അതിനെ പിടിച്ചോണ്ട് വന്നു. തമിഴ്നാട്ടിലോ? പിരിച്ചു പിരിച്ചങ്ങ് പോയോ? പിരിച്ചു മുതൽ ഏതോ ഒരു അണ്ണാച്ചിനെ മളച്ചു ഇവിടെ പോയതാ. അനാവശ്യം പറയാല്ല മുതലാളി. ഞാൻ ആ തമിഴ്നാട്ടിലെ അണ്ണാച്ചിക്ക് പലിശ കൊണ്ട് കൊടുക്കാൻ പോയതല്ലയോ? പലിശ? നീ അണ്ണാച്ചിക്ക് പലിശ? ഈ മുതലും ആ പലിശയും കൂടെ കൂട്ടി നിന്റെ വീട്ടിൽ 2 കൂട്ടുപലിശ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിലേ മുതലാളി എനിക്ക് പലിശക്ക് തരാറുണ്ട്. എനിക്ക് കൂട്ടുപലിശ ഉണ്ടാകുന്ന നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ടാണ് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിക്കുന്നത് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന പറഞ്ഞല്ലേ? അതുകൊള്ള നീ. പിന്നെ മുതലാളി പറഞ്ഞേക്കാൻ സമയമില്ല. ഇന്ന് നമ്മുടെ 50 ടൺ കയറുണ്ടല്ലോ, വിദേശത്തേക്ക് പോകേണ്ടതാ. ദുബായി കയറിപ്പോണം. അയ്യോ, ഇന്നത്തെ 8:40 കാർഗോ ഫ്ലൈറ്റിലാണല്ലോ പോകേണ്ടത്. അത് ഞാൻ മറന്നുപോയോ മുതലാളി? എന്നിട്ട് ഈ സന്തോഷ വാർത്ത ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ മുതലാളി. അല്ല, അത് ഞാൻ പറയാടെ. എന്നാ സംഭവം അറിയാമോ? ഇന്ന് ഇവിടുന്ന് 50 ടൺ കയർ ദുബായിക്ക് കയറി പോകുന്നുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു 25 കോടി ലാഭം കിട്ടും. പിന്നെ ഞാന് അവിടെ വേറൊരു പിന്നെ ദുബായിൽ തുടങ്ങും കമ്പനി, ഷാർജയിൽ തുടങ്ങും, അബുദാബിയിൽ തുടങ്ങും, ഖത്തറിൽ തുടങ്ങും, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ ഞാൻ ആരാ? നിങ്ങൾ പ്രഭാകരൻ മുതലാളി അല്ലടാ, പിന്നെ ഞാൻ അൽ പ്രഭാകരൻ മുതലാളി. അറബി അറിയാവോ? അറബി അറിയാവുന്നു. പിന്നെ അറബിക്ക് എന്നെ അറിയാം, എനിക്ക് അറബിനെ അറിയാം. അറബി പറയുമോ? അറബി പറയുന്നു. പിന്നെ അറബിനെ എന്നെ തൈകട കൊണ്ട് സ്റ്റിച്ചിട്ട് വെച്ചേക്കാണ്. അറബി പറയും. അതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. മുതലാളിയുടെ കയറുണ്ടല്ലോ, അങ്ങ് യമൻ വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ യമന് കയറ് വേണം, യമന് പോത്തുണ്ടല്ലോ. ഒറ്റ കൈ വെച്ചതാണ്. അതല്ലേ പറഞ്ഞു യമൻ രാജ്യം. അല്ല, കാലിന് കൊണ്ട് കയറും പോത്തു നോക്കാം, അതുകൊണ്ട് പറഞ്ഞത്. നിങ്ങൾ വഴക്കല്ലേ. എന്തായാലും എന്റെ 50 ടൺ മലയാളി പിടിച്ച് വലിച്ചോണ്ടാ. ഏതായാലും എന്റെ 50 ടൺ കയറ്. എടാ, നീ എന്നെ കൂടി എവിടെ പോകണം? എന്താ മലയാളിക്ക് സന്തോഷം വരുമ്പോ ഇങ്ങനെയാണോ കളിക്കുന്നത്? സൈഡ് വരും നേരെ നിൽക്കാൻ. എന്റെ 50 ടൺ കയറി പോകുമ്പോ എനിക്ക് 25 കോടി ലാഭം. ഞാൻ ആ നിമിഷത്തെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ നിങ്ങളൊക്കെ ആരാ? നീ എന്റെ സ്റ്റെനോ. അപ്പൊ കുട്ടിപ്പെണ്ണല്ല? കുട്ടിപ്പെണ്ണല്ല, എന്റെ സ്റ്റെനോ. അപ്പൊ ഞാനോ? നീ നാനോ അല്ലടാ, അംബാസഡർ. ഒറ്റ കീഴിയാൻ വെച്ചത് ഈ കമ്പനിയുടെ അംബാസഡർ. നീ അംബാസഡർ. നീ ഡ്രൈവർ അല്ലടാ. എന്താ മലയാളി അങ്ങനെ പറഞ്ഞ? അല്ല, നീ സൂപ്പർവൈസർ. ഞാനോ? എന്നെ 24 മണിക്കൂർ കൊണ്ടുനടക്കുന്ന ഒരു ജീവനാ. നീ സൂപ്പർവൈസർ. ഹലോ, അത് രാവിലെ 5:30 ഈ സാധാരണ ഈ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അയ്യോ, ആര് പറഞ്ഞു? ലില്ലിക്കുട്ടിയല്ലേ എന്റെ എല്ലാം. എനിക്കറിയാം. ഇങ്ങനെ എല്ലാ ദിവസവും ഓരോന്നും പറഞ്ഞ് അണ്ടർവെയർ വരെ അടിച്ചോണ്ട് പോകും. പിന്നെ ലില്ലിക്കുട്ടിയാണ് ഓളിനോൾ. ഞാൻ വോളിബോൾ കളിക്കുമ്പോ മുതലാളിയോ? ഈശ്വരാ, ഞാൻ ആ ഗൾഫില്
നമ്മളെല്ലാം കൂടി ഈ കമ്പനിയുടെ കാശ് ലാഭവിധവും കൊണ്ട് ഞാൻ അടിച്ചു വിളിക്കുന്ന ആ ഒരു മുഹൂർത്തം ഞാൻ ആലോചിക്കുകയായിരുന്നു. മനസ്സിനുള്ളിൽ മരച്ചു ഞാൻ കനത്ത നോവിൽ ക്ഷയിച്ചരീണം നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ അതിങ്ങളിൽ തടങ്ങളിൽ നിറഞ്ഞു കാണാനിറങ്ങി ഞാൻ എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ മുതലാളി എന്നാ പറ്റി? അടിക്കണോ അടിച്ചു കൊല്ലാ. എന്താ ഈ പറഞ്ഞത്? അല്ല ഞാനേ ഈ അറബിയിലൊരു ബിസിനസ് ഡിസ്കഷൻ നടക്കുമായിരുന്നു. അതാ അറബിയിൽ ഞാൻ ഗൾഫിലൊരു ഡിസ്കഷൻ നടക്കുമായിരുന്നു. പേടിച്ചു പോയി. എന്റെ അറബിയില് എടാ പിന്നെ എടാ ഇന്ന് നമുക്ക് 50 ടൺ കയറാണ് കയറ്റി വെക്കുന്നത്. 40 ഫ്ലൈറ്റിനാണ് കയറി പോകുന്നത്. നമുക്ക് ഉടനെ കയറ്റി വിടണം. ഒരു കാര്യം ചെയ്യ്, ലില്ലിക്കുട്ടി ഒരു കാര്യം ചെയ്യ്, നീ എന്നാ കയറൊന്നെല്ലാം സെറ്റ് ചെയ്ത് അടുക്കി ലോഡാക്കി വെക്കും. മോലാളി എന്ത് വർത്താനം മോലാളി പറയുന്നത്? ഞാൻ മോലാളി ആളിനാളാണോ? മോലാളി മോലാളിയാണോ? എനിക്കൊന്നും പറ്റില്ല. ഞാൻ രാജകുമാരി പോലെ ഇരിക്കത്തല്ലേ ഉള്ളൂ. ആ കുട്ടിപ്പണി വരൂ. ആ കുട്ടിപ്പണി എന്നിട്ട് ആ ലോഡൊക്കെ ഒന്ന് കയറ്റാൻ സഹായിച്ചു കൊടുക്കണേ. 8:40 കാർഗോയ്ക്ക് പോകേണ്ടതാണ്. അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ സ്റ്റെനോയാ. ഞാൻ ചെയ്യില്ല, വേറെ കയറി പിടിക്കുന്ന പെണ്ണുങ്ങളെ വെച്ചോ. എടാ പിന്നെ ഒന്നാം നീ അംബാസഡർ മുതലാളിക്കാണ് മോശം. നിങ്ങളുടെ അംബാസഡർ ഈ ലോഡ് കയറ്റണെന്ന് പറഞ്ഞ ആർക്കാ? കമ്പനിക്കാ നഷ്ടം. അപ്പൊ എന്റെ എല്ലാ കാര്യവും സൂപ്പർവൈസറാ ഞാൻ എങ്ങനെ എനിക്ക് പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് കയറ്റി വിട്ടാലും 8:40 ഫ്ലൈറ്റിന് അങ്ങ് പോകുള്ളൂ. ആ 8:40 ഫ്ലൈറ്റിന് പോയാലേ നമുക്ക് അവിടെ ദുബായിൽ 50 ടൺ കയർ. ഒരു മിനിറ്റ്, അവിടെ നിന്നായിരിക്കും. ഹലോ, അയ്യോ എന്റെ ദൈവമേ. എന്നാ എന്നാ മുതലാളി? എന്താ മുതലാളി? എന്നാന്ന് പോയി. എന്ത്? 8:40 കാർഗോ ഫ്ലൈറ്റ് പോയി. അത് പോണെങ്കിൽ പോട്ടെ, അടുത്ത ഫ്ലൈറ്റിന് കയറ്റിവിട്. ഈ ഫ്ലൈറ്റിന് കയറ്റി വിട്ടില്ലെങ്കിൽ നമ്മുടെ ലോഡ് അവർക്ക് വേണ്ടെന്ന്. എന്റെ ഓർഡർ ക്യാൻസൽ ആയി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ 50 ടൺ കയർ എന്ത് ചെയ്യും? 50 ടൺ കയറ് എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറ. ഈ ഒരു അവസ്ഥയിൽ കയറുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ? തൂങ്ങിച്ചാകാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ?